ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ സമ്പത്തില്ലാതെ സദഖ കൊടുക്കാൻ വല്ല വഴിയുണ്ടോ? എന്നും ധർമ്മം ചെയ്ത ആളുകൂട്ടത്തിൽ ഇദ്ദേഹത്തെ ഗണിക്കപ്പെടണം. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അതിന് നല്ലൊരു പോം വഴി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. നമുക്കൊരു ചെലവുമില്ല, എന്നാലോ വലിയ ധർമ്മിഷ്ഠനായിട്ട് കിട്ടും. ഈ ധർമ്മം ചെയ്തില്ലെങ്കിലോ അയാളെ ഏറ്റവും വലിയ പിശുക്കനായിട്ടും ലുബ്ധനായിട്ടും പരിഗണിക്കപ്പെടും. ഇത് രണ്ടും ഹദീസിൽ വന്നതാണ്. ഒരു ഹദീസ് ഞാൻ വായിക്കാം. അബൂ സഈദുൽ ഖുദ്രി തങ്ങളെ തൊട്ട് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു: അയ്യുമാ റജുലിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമായ റജുലുൻ ലം യകുന ഇൻദഹു സദഖത്തു, അയാളുടെ അരികിൽ സദഖയില്ല. അയ്യുമ റജുലുൻ മുസ്ലിമുൻ, ഏതൊരു മുസ്ലിമായ വ്യക്തിയും അദ്ദേഹത്തിന്റെ കയ്യിൽ സദഖ കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ ഫല്യഖുൽ ഫീ ദുആഇഹി, അയാൾ ദുആ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൊള്ളട്ടെ: അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ഒരു വാക്ക് അയാൾ പറഞ്ഞാൽ ഫഇന്നഹാ ലഹു സകാത്തുൻ, അത് അയാൾക്ക് ധർമ്മമായിട്ട് പരിഗണിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അപ്പോൾ മുസ്ലിമായ മനുഷ്യന്മാർക്ക് ആർക്കും ധർമ്മിഷ്ഠന്മാരുടെ കൂട്ടത്തിൽ പെടാം. അതിനുള്ള വഴിയാണ് സലാത്ത്. ആ സലാത്തിന് ഇവിടെ പറഞ്ഞ ലഫ്ള് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക, അല്ലാഹുവേ നിന്റെ ദാസനും നിന്റെ ദൂതനുമായ മുഹമ്മദ് നബിയുടെ മേൽ നീ സലാത്ത് വർഷിപ്പിക്കണമേ. വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ മുഅ്മിനീങ്ങളായ പുരുഷന്മാർക്കും മുഅ്മിനീങ്ങളായ സ്ത്രീകൾക്കും നീ പുറത്തു കൊടുക്കണമേ, അവർക്ക് നീ ഗുണം ചെയ്യണമേ. വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിങ്ങളായ സ്ത്രീ പുരുഷന്മാർക്ക് എല്ലാവർക്കും നിന്റെ കരുണ നീ ചൊരിയണമേ എന്ന അർത്ഥത്തിനുള്ളൊരു ദുആ ഒരാള് അയാളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയാൽ അയാള് ധർമ്മം ചെയ്ത വ്യക്തിയായിട്ട് അയാളെ അള്ളാഹു പരിഗണിക്കുമെന്നാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിന്റെ മറ്റൊരു മൊഴിമാറ്റമാണ് വേറൊരു ഹദീസ്. അതായത് ലോകത്തുള്ള ഏറ്റവും വലിയ പിശുക്കൻ ആരാണെന്ന് അറിയുമോ? വലിയ ലുബ്ധൻ ആരാണ് അയാൾ? എന്നെ കുറിച്ച് അയാളുടെ മുന്നിൽ വെച്ച് പറയപ്പെടുകയും അയാൾ എന്റെ മേലിൽ സലാത്ത് ചെല്ലാതിരിക്കുകയും ചെയ്യുക, അയാളാണ് ഏറ്റവും വലിയ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന് കേൾക്കണം, റസൂലുള്ളാഹിന്റെ പേരാണ് എന്ന രൂപത്തിൽ പറയുമ്പോൾ മുഹമ്മദ് ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ വേറുള്ള മുഹമ്മദിങ്ങളെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലണമെന്നല്ല. ആ പേര് കേൾക്കുമ്പോ സമയത്ത് അയാൾക്ക് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണല്ലോ എന്ന് ഓർമ്മ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ഇല്ല, അൽഹംദുലില്ലാ, അത് നല്ലതാണ്. മുഹമ്മദ് മുസ്തഫാന്റെ പേര് പറയപ്പെട്ടു ഒരാളെ മുന്നിൽ വെച്ച്, ഒരാൾ അരികിൽ വെച്ച് എന്റെ പേര് പറയപ്പെട്ടിട്ട് അയാൾ സലാത്ത് ചെല്ലണില്ലെങ്കിൽ അയാള് ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനായാണ്. അപ്പൊ പിശുക്കനാകുന്നതും ധർമ്മിഷ്ഠനാകുന്നതും രണ്ടും സലാത്തിന്റെ പേരിലാണ് എന്ന് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിനാർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? വെറുതെ നമ്മൾ പിശുക്കന്മാരുടെ കൂട്ടത്തിൽ എന്തിനാ പെടുന്നത്? വെറുതെ നമുക്ക് കിട്ടുന്ന ആ ധർമ്മത്തിന്റെ പ്രതിഫലത്തെ എന്തിനാ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? ഇതാണ് ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടത്. സ്വലാത്തിനെ കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്. പക്ഷെ ഇമാം ബുഖാരി തങ്ങൾ ഈ കിതാബിൽ കൊണ്ടുവന്ന ഹദീസുകളാണല്ലോ ഞാൻ ഇതിൽ വായിക്കാം. അതുകൊണ്ടാണ് അതിൽ ചില ഹദീസുകൾ ഞാൻ വായിക്കാൻ കാരണം. ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പുറത്തു പോയി, വെളിയിൽ പോയി. അങ്ങനെ വെളിയിൽ പോകാന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ആവശ്യ നിർവഹണത്തിന് വേണ്ടി പുറത്തേക്ക് പോകലാണ്. ആരും കാണാത്ത സ്ഥലത്ത് പോയിരുന്നിട്ടാണ് മലമൂത്ര വിസർജനം ഒക്കെ നടത്താറുള്ളത്. റസൂലുള്ള ഒരു ദിവസം പുറത്തു പോകുമ്പോ സാധാരണ സഹാബികൾ എന്ത് ചെയ്യും? അവരതിൽ വളരെ ശുഷ്കാന്തി കാണിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ആരെങ്കിലും ഒരാള് റസൂലുള്ളാഹിന്റെ കൂടെ പിന്നെ വെള്ളം കൊണ്ട് പോകും, അവിടത്തേക്ക് മനോഹരം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കുറച്ച് മാറി ഇങ്ങനെ നിൽക്കും. അവിടുന്ന് ആവശ്യം കഴിഞ്ഞാൽ അവിടുന്ന് എണീറ്റ് വരും, എന്നിട്ട് വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ട് മനോഹരം ചെയ്യാം. ഇന്നിപ്പോ എല്ലാം ഒരു സ്ഥലത്താണ്, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു സ്ഥലത്തൊരു
വെളിയിൽ പോയി ഒരാൾ മറക്കിരുന്ന് അവിടെ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്താൽ അവിടെ തന്നെ ഇരുന്നിട്ട് കഴുകാതിരിക്കലാ നല്ലത് എന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം. കാരണം എന്തുകൊണ്ട്? അതിന്ന് നജസ് ഇവന്റെ ശരീരത്തിലേക്ക് തെറിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അവിടുന്ന് മാറിയിരുന്നിട്ടാണ് മനോഹരം ചെയ്യുക, വൃത്തിയാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മാറിയിരിക്കും. ഇപ്പൊ നമ്മൾ മാറിയിരുന്ന എങ്ങനെ ഉണ്ടാവും? അതാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ. കാലം മാറി കോലം മാറിപ്പോയതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ വെള്ളം കൊണ്ടേ കൊടുക്കും. അതിനുവേണ്ടി സഹാബികൾ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മാറി. സാധാരണ അങ്ങനെ അവർ പോകാറുണ്ട്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോ വേറെ ആരും പോയില്ല, ഒരാള് പോയി. ഫഖറജ ഉമറു റളിയല്ലാഹു അൻഹു. സാധാരണ മറ്റുള്ളവരൊക്കെ പോവാറുണ്ട്. ഇന്ന് പോയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. ഫഅത്ബഅഹു, റസൂലുള്ളാഹിന്റെ പിന്നിൽ പോയി. മിത്ഹറത്ത് വെള്ളം എടുത്ത് ശുദ്ധിയാക്കാനുള്ള വെള്ളപാത്രം കൊണ്ടാണ് പോകുന്നത്. ഫവജദഹു സാജിദൻ. പക്ഷെ അവരൊക്കെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറക്കിരിക്കാൻ പോയതാണെന്നാ മനസ്സിലാക്കിയത്. ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയപ്പോ ഒരു വിജനമായ സ്ഥലത്ത് ചെന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഫവജദഹു ഉമറുൽ ഫാറൂഖ് റസൂലുള്ളാഹിയെ കണ്ടെത്തിച്ചു സാജിദൻ, സുജൂദ് ചെയ്യുന്നവരായിട്ട്. ഫി മസ്റബിൻ, ഒരു മസ്റബിൽ. മസ്റബ് എന്ന് പറഞ്ഞാൽ ഇത് നീരൊഴുക്കുള്ള സ്ഥലമാണ്, ചെറിയ അരുവി, വെള്ളക്കൊഴുകി പോണ നല്ലൊരു ഇടം. അവിടെ ചെന്നിട്ട് ഇന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യും ആ മണലിൽ കിടന്നിട്ട്. ഫതനഹ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. മൂപ്പരെന്ത് ചെയ്തു? ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറി നിന്നു. ഫജലസ വറാഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലാകത്തക്ക രൂപത്തിൽ മഹാനവറുകൾ അവിടെ ഇരുന്നു. കാരണം ഈ സുജൂദ് എത്ര നേരം ഉണ്ടാവും, എന്താണ് ഇതിന്റെ പിന്നിലുള്ള പദ്ധതി എന്നൊന്നും മൂപ്പർക്ക് അറിയില്ലല്ലോ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതവോടുകൂടി ശല്യപ്പെടുത്താതെ ഒരു ഭാഗത്തേക്ക്, പിൻഭാഗത്തേക്ക് മാറി അവിടെ ഇരുന്നു. കുറെ നേരം സുജൂദ് ചെയ്തതിന് ശേഷം ഹത്താ റഫഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം റഅസ, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ തല ഉയർത്തി. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, അഹ്സൻത യാ ഉമർ, നീ ചെയ്തത് വളരെ നല്ല കാര്യമായി. ഹീന വജദ്തനി സാജിദൻ ഫതനഹൈത അന്നി, നീ എന്നെ സുജൂദ് ചെയ്യുന്നവനായി കണ്ടെത്തിച്ചപ്പോൾ നീ എന്റെ അരികിൽ വന്ന് ശല്യപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നിന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്താ ചെയ്യണത് നോക്കാനോ ഒന്നും നിന്നില്ല. നീ കണ്ടപ്പോൾ അതോടുകൂടി നീ തെറ്റി മാറി ഒരിടത്ത് പോയിരുന്നു. വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വേറെ ഒരു ശുഗലിലായിരുന്നു. ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ള ആ ഒരു മുനാജാത്തിന്റെ വേളയിൽ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അരികിൽ വന്നിരുന്നു. ജിബ്രീലുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞ സന്തോഷം കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹ്ക്ക് ശുക്റിന്റെ സുജൂദ് ചെയ്യുന്നത്. എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്? മൻ സല്ലല്ലാ അലൈക വാഹിദത്തൻ, നബിയേ, തങ്ങളുടെ പേരിൽ ആരെങ്കിലും ഒരാൾ ഒരൊറ്റ സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശ്റ, അയാളുടെ മേലിൽ അല്ലാഹു 10 ഗുണം ചെയ്യുന്നതാണ്, 10 അനുഗ്രഹം ചെയ്യുന്നതാണ്. ഒരു സലാത്ത് ഒരാൾ ചൊല്ലിയാൽ 10 അനുഗ്രഹം അയാൾക്ക് കിട്ടും. ഇത് കേട്ടപ്പോ എന്റെ പേരിൽ മറ്റുള്ളവർക്ക് ഗുണം കിട്ടുകയാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സലാത്ത് ചൊല്ലിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് ഗുണം കിട്ടുക എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ സന്തോഷമുള്ള. പ്രത്യേകിച്ച് ഈ പ്രവാചകൻ, ഈ ഹബീബ് ഉമ്മത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നതിൽ അതിയായ താല്പര്യം. അങ്ങനെയാണല്ലോ. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വല്ല ഗുണവും കിട്ടുന്നതോ വല്ലാതെ അത്യാഗ്രഹമാണ് ആ വിഷയത്തിൽ. ഹരീസുൻ അലൈക്കും എന്നാണ് ഖുർആനിലെ സൂറത്തു തൗബയുടെ അവസാനത്തിൽ അള്ളാഹു പ്രയോഗിച്ചത്. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് വല്ല ഗുണവും കിട്ടാൻ അതിയായ താല്പര്യവും വല്ലാതെ അലച്ചയും അത്യാഗ്രഹമാണ് ആ വിഷയത്തിൽ. ദുനിയാവിൽ അത്യാഗ്രഹം കാണിക്കല്ല, ഉമ്മത്തിന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അതിയായ താല്പര്യം കാണിക്കുന്ന ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അയാൾക്ക് 10 ഗുണം ചെയ്യുമെന്ന് കേട്ടപ്പോ സുജൂദ, അള്ളാഹുവിന്റെ ഉമ്മത്തിന് കൊടുക്കണ ഗുണം തീർന്നോ? സാധാരണ ഇത്ര മാത്രമേ കേൾക്കാറുള്ളൂ. അതിന്റെ അപ്പുറത്ത് 2 കാര്യം കൂടി ഉണ്ട്. ഒരൊറ്റ സലാത്തില്ല. ഒന്ന് 10 റഹ്മത്ത് കിട്ടും, മറ്റൊന്ന് വറഫഅലഹു 10 ദറജാത്ത്, 10 പദവികളെ അള്ളാഹു ആ വ്യക്തിക്ക് ഉയർത്തി കൊടുക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം
അടുത്ത ഹദീസിൽ കാണാം അത് വഹത്ത അൻഹു അശ്റ ഖതീആത്തിൻ. മാഷാ അല്ലാഹ്, 10 പാവങ്ങളെ അള്ളാഹു അയാളിൽ നിന്ന് താഴ്ത്തി വെക്കും. ഹത്ത എന്ന് പറഞ്ഞാല് താഴ്ത്തുക എന്നാണ്. താഴ്ത്തി വെക്കുക എന്ന് പറഞ്ഞാല് മുകളിലുള്ളതിനെയാണ് താഴ്ത്തി വെക്കുക. ഈ മരത്തിന്റെ ഇലകൾ കൊഴിയുന്നതിനൊക്കെ അങ്ങനെ പറയും, മുകളിലുള്ള താഴേക്ക് പൊഴിഞ്ഞു വീഴാണ് എന്ന മാതിരി മനുഷ്യന്മാര് പാപങ്ങളുടെ ഭാണ്ഡങ്ങളെ പെരടിയിൽ ചുവന്നിങ്ങനെ നിൽക്കുകയാണ്. എവിടേക്ക് പോകാന്? മൈസറയ്ക്ക് പോകാൻ വേണ്ടിട്ട്. എന്നിട്ട് മീസാൻ എന്ന തുലാസിൽ വെച്ചു കൊടുക്കണ്ടേ ഭാരം, ആ ഭാരം വെച്ചു കൊടുക്കാൻ വേണ്ടി അവനവന്റെ ഭാരം അവനവനെ ഏറ്റി ഇങ്ങനെ പോവാണ്. ആ പോണ പോക്ക്, ആ യാത്രയിലാണ് മനുഷ്യൻ. പാപങ്ങൾ ഒരു ഭാഗത്ത് ഏറ്റുന്നു, ഇടത്തെ ചുമലില് നന്മകളെ വലത്തെ ചുമലിൽ ഏറ്റിയിട്ട് പോവാണ്. അപ്പൊ ഇടത്തെ ചുമലിലുള്ള പാപങ്ങളുടെ ഭാരം അത് വല്ലാത്ത ഭാരമാണ്. അതിന് ഒരു സലാത്ത് എല്ലിയാൽ 10 പാപങ്ങളെ താഴെ ഇറക്കി വെക്കുക. ഒരു കനം കുറഞ്ഞിട്ട് പിന്നൊരു സലാത്തില്ലല്ലോ, അപ്പോഴും 10 പാപങ്ങൾ ഇറക്കി വെച്ചു. സലാത്ത് ഇങ്ങനെ ധാരാളമായി ചെല്ലുമ്പോ 10 പാപങ്ങൾ അങ്ങനെ താഴോട്ട് ഇറക്കി വെച്ച് അവസാനം പാപത്തിന്റെ ചാക്ക് കാലിയായി. അൽഹംദുലില്ലാഹ്, അയാൾക്കൊരു സ്വസ്ഥത കിട്ടും. പിന്നെ നന്മകള് കുറച്ചുള്ളെങ്കിലും ഉള്ളിന് അതിന്റെ കനം ഉണ്ടാവുമല്ലോ. മറ്റേത് ഇതിനേക്കാൾ ഭാരം കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതാണ് സലാത്തിന്റെ കറാമത്ത്. 3 കാര്യം. ഒന്ന്, 10 ഗുണം അയാൾക്ക് അല്ലാഹു ചെയ്യും. 10 പദവികൾ ഉയർത്തി കൊടുക്കും. 10 പാപങ്ങൾ അല്ലാഹു അയാളിൽ നിന്ന് താഴ്ത്തി വെക്കും. അപ്പം എത്രയായി? പിന്നെ 30 ഗുണങ്ങൾ ഒരു സലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് കിട്ടുമെന്ന് ഈ ഹദീസിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതൊക്കെ കേട്ടാൽ ആരാണ് ഒഴിവാക്കുക? ഞാൻ ചെയ്തില്ലെങ്കിലുള്ള അതിന്റെ ഗുണക്കേട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ഞാൻ പറഞ്ഞു, ലോകത്തുള്ള ഏറ്റവും വലിയ പിശുക്കൻ സലാത്ത് അല്ലാത്ത ആളാണ്. ചില ആൾക്കാർ കണ്ടില്ല, സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴൊക്കെ മുഖം ഇങ്ങനെ വീർപ്പിച്ചു, പിന്നെ ചുണ്ടിൽ ഇങ്ങനെ സൂപ്പർ ഗ്ലൂ ഇട്ട് ഒട്ടിച്ച മാതിരി ഇരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഓ മുബ്തദി ആയിരിക്കും, ഓന് ഇതിനോടും താല്പര്യമില്ല. റസൂലുള്ളാഹിന്റെ പേര് വെക്കുമ്പോൾ ഓനെന്തോ ഒരു വെറുപ്പൊക്കെ തോന്നാം. പക്ഷെ മുഅ്മിനീങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്ന അഹ്ലു സുന്നത്തിന്റെ ആൾക്കാർ അങ്ങനെയല്ല. അവർക്കത് കേൾക്കാൻ ഇഷ്ടമാണ്, പറയാൻ ഇഷ്ടമാണ്, ആ സലാത്ത് ചെല്ലുന്ന മജ്ലിസിൽ പങ്കെടുക്കാൻ ഇഷ്ടമാണ്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചരാവും സലാത്താണ് നമ്മുടെ പള്ളിക്ക്. നിറച്ച ആൾക്കാർ പള്ളിക്ക് വരുന്ന എന്തിനാണ്? അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. അത് ആ സലാത്തിന്റെ ആ ഒരു രുചി, അതിന്റെ ഒരു മധുരം, അതിന്റെ സുഗന്ധം, അതിന്റെ നൂറ്, അതിന്റെ പ്രകാശം അത് ആസ്വദിക്കാൻ വേണ്ടി വരികയാണ്. സലാത്ത് ചൊല്ലി ദ്വാരുന്നാൽ ആ ദ്വാ തള്ളില്ല. കാരണം ഏത് അമലും സ്വീകരിക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതുമായിട്ടുണ്ട്. നിസ്കാരാവട്ടെ മറ്റേതാമലാവട്ടെ അത് അതിന്റെ ഗുണം അനുസരിച്ച് സ്വീകരിക്കൂ, അല്ലെങ്കിൽ തള്ളപ്പെടുക ചെയ്യാം. മഖ്ബൂലും മർദൂദുമായിട്ട് രണ്ടെണ്ണുണ്ട്. എന്നാലോ സലാത്തിൽ അതില് മഖ്ബൂലത്തായത് സലാത്തുകൾ മാത്രമേ ഉള്ളൂ, സ്വീകാര്യയോഗ്യമേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ദ്വാരക്കുമ്പോഴോ ആ ദ്വായും സ്വീകരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാലോ. അതാണ് സലാത്തിന്റെ പ്രത്യേകത. അടുത്തൊരു ഹദീസ് ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു തആല അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഖിയൽ മിംബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിംബറിന്റെ മുകളിൽ കയറി. ഫലമ്മാ റഖിയത് ദറജത്തുൽ ഊലാ, മിംബറിന്റെ 1ാമത്തെ പടിയിൽ ചവിട്ടിയിട്ട് ഒന്ന് നിന്നു അവിടെ. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു ആമീൻ ആമീൻ. സാധാരണ റസൂലുള്ളാഹി മിംബറുമേൽ കയറി ദുആ ചെയ്യലാണ്. സ്വഹാബത്ത് മുന്നിലിരുന്ന് ആമീൻ പറയും, അങ്ങനെയാണല്ലോ സാധാരണ. ഇത് മിംബറുമേൽ ഒരു പടി കയറിയിട്ട് ആമീൻ. സുമ്മ റഖിയസ് സാനിയ, 2ാം പടവിൽ കയറിയിട്ട് ഫഖാല ആമീൻ. സുമ്മ റഖിയസ് സാലിസ, 3ാമത്തെ ആ പടിയിൽ കയറി നിന്നിട്ട് ഫഖാല ആമീൻ. അപ്പോൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മൂപ്പരിത് കേട്ട് നിൽക്കില്ല, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅനാക തഖൂൽ, അങ്ങ് പറയുന്നതായിട്ട് ഞങ്ങൾ കേട്ടല്ലോ ആമീൻ എന്ന 3 മർറാത്തിൻ, 3 തവണ. എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യമെന്നൊന്ന് പറയണേന്നർത്ഥമാണ്. ഈ സഹാബത്തെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ കഥ വല്ലാത്ത പരിതാപകരമായ അവസ്ഥാകുമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു വളരെ അവിടത്തേക്ക് അനുയോജ്യരായ ഒരു അനുയായികളെയാണല്ലോ കൊടുത്തത്. 3 ആമീൻ കേട്ടു. അത് കേട്ടോലൊക്കെ അങ്ങോട്ട് നീച്ചു പോയി. ഓരൊന്നും ചോദിച്ചതുമില്ല, അതിനെപ്പറ്റി മനസ്സിലാക്കിയതില്ലെങ്കിൽ പറയില്ലല്ലോ. അപ്പൊ അത് ചോദിച്ചു, പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളിലും സഹാബത്ത് ഇടപെട്ടതുകൊണ്ട് ലോകാവസാനം വരെ ഉമ്മത്തിന് അനുഭവിക്കാൻ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ജാബിർ തങ്ങൾ ചോദിക്കുന്നു, ഹബീബെ അങ്ങ് 3 പടവുകളിൽ കയറിയിട്ട്
മൂന്ന് ആമീൻ പറഞ്ഞതിന് പിന്നിലുള്ള കാര്യം എന്തേ? ഖാൽ അവിടുന്ന് പറഞ്ഞു, ലമ്മാ റഖൈതു ദറജത്തുൽ ഊല, ഞാൻ ഒന്നാമത്തെ പടിയിൽ കയറിയപ്പോൾ ജാഅനി ജിബ്രീലു അലൈഹിസ്സലാം ഫഖാൽ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ശഖിയ അബ്ദുൻ അദ്റക റമളാന ഫൻസലഖ മിൻഹു വലം യുഗ്ഫർ ലഹു. റജബാണ്, ശഅബാൻ കഴിഞ്ഞ റമളാൻ വരും. റമളാനിനെ കുറിച്ച് വിളിച്ചറിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ഈ ഹദീസ് പഠിക്കുന്നത്. ശഖിയ അബ്ദുൻ, ഒരു അടിമ പരാജയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പരാജയപ്പെടട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആ. ആമീൻ പറയുന്നതോ സയ്യിദുൽ കൗനൈൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരടിമ പരാജയപ്പെടട്ടെ. അദ്റക റമളാൻ, അവന് റമളാനിനെ എത്തിച്ചു. ഫൻസലഖ മിൻഹു, റമളാൻ അവനിൽ നിന്ന് ഊരിപ്പോയി എന്നാണ്, അതായത് കഴിഞ്ഞുപോയി, റമളാൻ തീർന്നു. വലം യുഗ്ഫർ ലഹു, അവന് ദോഷം പൊറുക്കപ്പെട്ടില്ല. വിശുദ്ധ റമളാനിനെ ബഹുമാനിക്കുന്നവർക്ക് മുഴുവനും ദോഷം പൊറുക്കപ്പെടും. റമളാനിനെ അംഗീകരിക്കാനോ ആദരിക്കാനോ അവൻ തയ്യാറായില്ല. അങ്ങനെ റമളാൻ അങ്ങോട്ട് കഴിഞ്ഞുപോയി. ആ വ്യക്തി പരാജയപ്പെടട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, സുമ്മഖാൽ, പിന്നീട് പറഞ്ഞു, ശഖിയ അബ്ദുൻ, ഒരടിമ പരാജയപ്പെടട്ടെ. അദ്റക വാലിദൈഹി, രണ്ട് മാതാപിതാക്കളെ അവൻ എത്തിച്ചു. ഔ അഹദഹുമ, അല്ലെങ്കിൽ രണ്ടിൽ നിന്നൊരാളെ. ഉമ്മയും ബാപ്പയുണ്ട് വയസ്സായിട്ട്, അല്ലെങ്കിൽ ഉമ്മയോ ബാപ്പയോ ഉണ്ട്. വയസ്സാവണമെന്നൊന്നുമില്ല, ഉമ്മയോ ബാപ്പയോ അല്ലെങ്കിൽ രണ്ടുപേരുമോ അവനുണ്ട്. ഫലം യുദ്ഖില, അവർ രണ്ടുപേരും കൂടി പ്രവേശിപ്പിച്ചില്ല ഹു, ഈ വ്യക്തിയെ, അൽ ജന്നത, സ്വർഗ്ഗത്തിൽ. ഉമ്മയും ബാപ്പയും കൂടി മോനെ സ്വർഗ്ഗത്തിൽ, മോളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും അവർ വിചാരിച്ചാൽ. അവർ വിചാരിക്കണമെങ്കിൽ ഇവർ വിചാരിക്കണം. മകനും മകളും വിചാരിച്ചാല് ഉമ്മയും ബാപ്പയും ഇവനെ സ്വർഗ്ഗത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഇഷ്ടപ്പെട്ട്, അവരെ സ്നേഹിച്ച്, അവർക്ക് സേവനം ചെയ്ത്, അവരെ പൊരുത്തവും വാങ്ങിയിട്ട് സ്വർഗ്ഗത്തിൽ പോവാൻ ഉമ്മ ഉണ്ടായിട്ടും ബാപ്പുണ്ടായിട്ടും ഒരു വ്യക്തിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവൻ പരാജയപ്പെടട്ടെ നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ദ്വാരിക്കുന്നത്. ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയം. ദ്വായും കഴിഞ്ഞു, ആമീനും കഴിഞ്ഞു. അതിപ്പോ എല്ലാ ദ്വായും സ്വീകരിച്ചോളണമെന്നില്ലല്ലോ എന്ന് നമുക്ക് പറയാം. നമ്മളൊക്കെയാണ് ദ്വാരക്കണതെങ്കിൽ. ഇതാരാ ദ്വാരക്കണത്? മഹാനായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുകളുടെ നേതാവ്. ആമീൻ പറയണതോ മലക്കുകളുടെയും മനുഷ്യരുടെയും ജിന്നുകളുടെ ഒക്കെ നേതാവ് സയ്യിദുൽ കൗനൈൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ജിബ്രീൽ ഇസ്ലാം ഒരിക്കലും ഇഷ്ടപ്രകാരം കണ്ട് ഇറങ്ങി വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ആമീൻ എന്നും പറയില്ല. അപ്പൊ ഇന്നെന്ത് തിരിഞ്ഞു? ഇങ്ങനെ ഒരു രംഗം അള്ളാഹു ക്രിയേറ്റ് ചെയ്താണ് അവിടെ. എന്തിനു വേണ്ടി? ലോകാവസാനം വരെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി. ജിബ്രീലിനെ പറഞ്ഞയപ്പിച്ച് ദ്വാരിപ്പിച്ചതാണ്. റസൂലുള്ളാഹിനെ കൊണ്ട് ആമീൻ പറയിപ്പിച്ചതുമാണ്. അത് നമുക്ക് ഗുണപാഠമായിട്ടാണ്. ആ ദ്വാ സ്വീകരിക്കപ്പെട്ടതാണ് എന്നല്ല, സ്വീകരിച്ചതിന് ശേഷം ദ്വാരിപ്പിച്ചതാണ്. ദ്വാരന്നിട്ട് സ്വീകരിക്കല്ല ചെയ്യുന്നത്. ആദ്യം സ്വീകരിച്ചതിന് ശേഷം പിന്നെ ദ്വാരിപ്പിക്കുക. അതാണ് ഈ ദുആന്റെ പ്രത്യേകത. പിന്നെ ചോദിച്ചു, പിന്നെ പറഞ്ഞു ശഖിയ അബ്ദുൻ. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ വിഷയം. ഒരു അടിമ പരാജയപ്പെടട്ടെ. ദുഖിർതു ഇൻദഹു, അവന്റെ മുന്നിൽ വെച്ച് എന്നെ കുറിച്ച് പറയപ്പെട്ടു. വലം യുസല്ലി അല്ല, ദുഖിർത ഇൻദഹു, ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ പറയുന്നത്. ദുഖിർത ഇൻദഹു, അവന്റെ മുന്നിൽ വെച്ച് അങ്ങയുടെ പേര് പരാമർശിക്കപ്പെട്ടു. വലം യുസല്ലി അലൈക, അങ്ങയുടെ മേലിൽ അവൻ സലാത്ത് ചൊല്ലിയില്ല. അവനും പരാജയപ്പെടട്ടെ എന്ന് ദ്വാരുന്നപ്പോൾ ഫഖുൽതു ആമീൻ, അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് കിട്ടി? ഇന്നത്തെ ഹദീസ് കൊണ്ട് എന്ത് കിട്ടി? പരാജയപ്പെടാതിരിക്കണോ? വേണം. എല്ലാവർക്കും വിജയം വേണം. സലാത്ത് ചൊല്ലണം. ധർമ്മം ചെയ്തു എന്നുള്ള പരിഗണനയിൽ പെടണോ? അള്ളാഹുവിന്റെ അരികിൽ വലിയ ധർമ്മിഷ്ഠനായി പരിഗണിക്കപ്പെടണോ? എന്തായാലും വേണം. സലാത്ത് ചൊല്ലണം. പിശുക്കനാണ് എന്ന് അള്ളാഹുവിന്റെ രേഖയിൽ വരാതിരിക്കണോ? അതെന്തായാലും വരാതിരിക്കണം. എങ്കിലും സലാത്ത് ചൊല്ലണം. അപ്പൊ അതിനെല്ലാം പറ്റിയ ഏറ്റവും വലിയ സിദ്ധാഔഷധം അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഈ ഹദീസുകൾ മതി. ഇതുകൊണ്ട് തന്നെ കാര്യം നമുക്ക് എല്ലാവർക്കും പിടുത്തം കിട്ടി. അല്ലാഹു തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്
അവസാനിപ്പിക്കാം. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി.